ധനുമാസത്തിലെ ഞാറ്റുവേല തിരുവാതിര വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്ന്. പക്ഷേ ഇന്നേ ദിവസം മാത്രമാണ് നമ്മുടെ അടുക്കളയിൽ കുവ വിരകിയതും കാവത്ത് പുഴുക്കും അതുപോലെ തന്നെ ചെറുപഴം, പപ്പടം, ആഹാ ഇടിച്ചക്ക ഉപ്പേരി. രാവിലെ തന്നെ എന്ത് രസമല്ലേ. കുവ നമ്മൾ പറിച്ചു. ഇന്ന് നമുക്ക് കാവത്ത് പറിച്ചാലോ? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. മൂപ്പരാണെങ്കിലോ ഒരു മാവിൻ്റെ ചോട്ടിൽ, അതും കറക്റ്റായിട്ട് വേലിക്ക തന്നെ. ഒന്നില്ലെങ്കിൽ മാവ്, അല്ലെങ്കിൽ വേലി, അല്ലെങ്കിൽ കാവത്ത് എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ. രാവിലെ തന്നെ കാവത്ത് പറിക്കാൻ നിന്ന കാരണം നല്ല കൊതുവായിരുന്നു. കൊതുവിനെ തുരത്താനാണെങ്കിലോ പൊന്നുവിനെ കൊതുകുതിരി പരീക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാലൊന്നല്ല മൂന്നാലൊന്ന് ഇന്ന് തീരുമാനിക്കുന്നു. ആദ്യം കാവത്ത് പറിക്കാൻ ഒരുങ്ങിയ ആൾ തൊഴിലുറപ്പ് എന്ന് കേട്ടപ്പോൾ തന്നെ പോയിട്ടോ. പിന്നെ അത് നമ്മുടെ പരിപാടി കാവത്ത് പറിക്കുക. മൂപ്പരാണെങ്കിൽ വിളിച്ചാൽ പോരണമില്ല, ഞാൻ മണ്ണിൻ്റെ അടിയിൽ തന്നെ ഇരുന്നോളാം എന്നുള്ള മട്ടിലാണ് കേട്ടോ. പിന്നെ ഞാനും എൻ്റെ കുട്ടിപ്പാട്ടാളും കൂടിയിട്ട് ആഞ്ഞ് പരിശ്രമിക്കാനാണ്. ഇത് മാത്രമല്ല കേട്ടോ, തിരുവാതിരക്കളി അതുപോലെ തന്നെ തിരുവാതിരക്കുളി, ഇത് രണ്ടും ആരോഗ്യത്തിന് നല്ലതാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടുള്ള ഒരു തിരുവാതിരക്കുളി ഒരു ആചാരം പോലെ കൊണ്ടു നടന്നിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും കാണാനില്ല. അല്ല, പറഞ്ഞത് എവിടേക്കാ? പോരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, കാവത്തിൻ്റെ അടുത്തേക്ക് വരട്ടെ. അങ്ങനെ ഞങ്ങൾ കാവത്ത് പറിക്കാൻ നോക്കുമ്പോൾ അവർക്കൊക്കെ മതിയായി, കാലും കയറ്റിയിരുന്നിട്ടായി. പിന്നെ എന്നാലും ആൾക്കാർ മാറി മാറി വന്നിട്ടും കാവത്ത് ഞാനില്ല എന്ന മട്ടിൽ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അവസാനം ഞാൻ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ടു ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. എന്നിട്ടും വന്നിട്ട് പിടിവലി കൂടിയിട്ട് മൂപ്പര് പൊങ്ങുന്നില്ല. അവസാനം നമ്മുടെ ചങ്ക് വന്നു. ഞാൻ അവളും കൂടി ഇരുന്ന് ആഞ്ഞ് പരിശ്രമിച്ചു. ഒടുവിൽ മൂപ്പര് പോന്നു കേട്ടോ. പക്ഷേ പൊട്ടാതെ കിട്ടണമെന്ന് വിചാരിച്ചു. പക്ഷേ മുഴുവനായിട്ട് പോന്നില്ലേലും ചെറിയൊരു കഷ്ണം അവിടെ ഇരുന്നു. അത് പിന്നെ ഞങ്ങൾ മാന്തി എടുത്തു. അപ്പോൾ മൂപ്പരെ പുറത്തെടുക്കണത് ജസ്റ്റ് സ്ലോ മോഷനിലാക്കി. അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായി. കാരണം ഞങ്ങൾ വിചാരിച്ചതിനൊക്കെ വലിയ കാവത്തായിരുന്നു. പിന്നെ ഞാനും അവളും കൂടിയിട്ട് പൊന്തിച്ചിട്ടൊക്കെയാണ് അത് കൊണ്ടുവന്ന് വെച്ചത്. സംഭവം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല സന്തോഷമായി. ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ്